പ്രശാന്ത് ഏട്ടാ, രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതൃനിരയിലുള്ള പാർട്ടികളും നിരന്തരം ആവശ്യപ്പെടുന്ന ഒന്നാണ് ജാതി സെൻസസ് വേണം എന്നുള്ളത്. അത് നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്, അതിങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട്, ഇലക്ഷനിലെല്ലാം പറഞ്ഞാണ്. ഇപ്പോൾ പക്ഷേ വരുന്ന ഒരു വാർത്ത, അമിത്ഷാ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നു സെൻസസ് നടത്തും, ഞങ്ങൾ നടത്താം, സെൻസസ് നടത്താൻ റെഡിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ രാഹുൽ എന്ത് ചെയ്യും? രാഹുലിന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുമല്ലേ? രാഹുൽ പ്രതിപക്ഷ നേതാവായതുകൊണ്ട് രാഹുലിന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ആഭ്യന്തരമന്ത്രി തയ്യാറാകുന്നു. അല്ലെങ്കിൽ രാഹുലിന്റെ വിജയമാണ്. രാഹുലിന്റെ വിജയമാണ്. വിജയത്തിന്റെ പുറകെ ഒരു പണിയുണ്ട് മോനെ. 888 സീറ്റുമായിട്ട് പുതിയ പാർലമെന്റ് മന്ദിരം നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തപ്പോൾ നരേന്ദ്രമോദിയുടെ മനസ്സിൽ ഒരു കാര്യം ഇരിപ്പുണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? നരേന്ദ്രമോദി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന അജണ്ട എന്ന് പറയുന്നത് പോലെ തന്നെ 2021 നേരത്തെ ഉള്ള ഒരു കരാർ, അതായത് ഈ ഡീലിമിറ്റേഷൻ അല്ലെങ്കിൽ ഈ നമ്മുടെ ലോകസഭാ മണ്ഡലങ്ങൾ പുനർനിർണയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കമ്മീഷൻ പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ 1973 31 ഭരണ ഭേദഗതി മുഖേന അന്ന് ഇത് നിലവിൽ ഒരു പ്രാവശ്യം വന്നതാണ്. അതിനുശേഷം അത് 76 25 കൊല്ലത്തേക്ക് ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചു. എന്നും മുടക്കാം. വീണ്ടും 25 കൊല്ലം, അങ്ങനെ 50 കൊല്ലം ഈ നമ്മുടെ ഓരോ സമയത്തും ജനസംഖ്യാ അനുപാതത്തിലും അല്ലെങ്കിൽ ജനസാന്ദ്രത അനുപാതത്തിലും പുനർനിർണയം നടത്തണമെന്നുണ്ട്. അപ്പം ഇത് വേണ്ട എന്ന് 50 കൊല്ലം തീരുമാനിച്ചിട്ട് ആ 50 കൊല്ലം കഴിയുന്ന ഒരു അവസ്ഥയാണ് 2021 എന്ന് പറയുന്നത്. 2001 ഇതുപോലൊരു നമ്മുടെ ഇത് നടന്നതാ. പക്ഷെ അന്നും പുനഃസംഘടന നടന്നില്ല, സെൻസസ് നടന്നായിരുന്നു. 2021 സെൻസസ് നടത്തുന്നതിന് വേണ്ടി ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. 2021 ഈ സെൻസസ് നടത്തി കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ 2021 കഴിഞ്ഞിട്ട് 26 ആവുമ്പോഴത്തേന് ഇത് ഈ 25 കൊല്ലം അല്ലെ 50 കൊല്ലം കഴിയും. അപ്പം അതിനനുസരിച്ച് മണ്ഡല പുനർനിർണയം നടത്താൻ സാധിക്കും. നേരത്തെയുള്ള ആദ്യത്തെ കരാർ അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ നിയമം അനുസരിച്ച് 7.5 ലക്ഷം പേരാണ് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഇരുന്നത്. പിന്നെ അത് രണ്ടാമത് 8.5 ലക്ഷമാക്കി. ഇപ്പോഴും ഏറ്റവും അവസാനം 10 ലക്ഷം ആൾക്കാരാണെന്ന് വിചാരിച്ചു. അപ്പോൾ പുതിയ അല്ലെങ്കിൽ നമ്മൾക്കിപ്പോൾ അറിവ് അനുസരിച്ച് 140 കോടി ജനം ഉണ്ട് ഇവിടെ. 140 കോടി ജനം വരുമ്പോൾ എത്ര നിയമസഭാ മണ്ഡലം വരും? ഇപ്പം തന്നെ 545 ഉള്ളൂ. അതായത് 840-നപ്പുറം നിയമസഭ ലോകസഭാ മണ്ഡലങ്ങൾ വരും. ഇതിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലം വരാൻ പോകുന്ന എവിടാന്നറിയാമോ? ആദ്യത്തെ പ്രാവശ്യം തന്നെ വന്നായിരുന്നെങ്കിൽ യു പി ആയിരുന്നു. യു പിയിൽ ഇപ്പോൾ ഏതാണ്ട് 140 പോലും ഇപ്പോൾ ഉള്ളതിന്റെ ഇരട്ടി വരെ വരാൻ സാധ്യതയുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലും കുറയാനാണ് സാധ്യത. കേരളത്തിൽ അതുപോലെ നിലനിൽക്കുമെന്നാണ് പറയുന്നത്, തമിഴ്നാട്ടിൽ കുറയുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് സ്റ്റാലിന് നേരത്തെ ഈ ഒരു കാര്യം വന്നപ്പോൾ സ്റ്റാലിൻ പറഞ്ഞ ഇതിന്റെ മുമ്പ് മണ്ഡല പുനർനിർണയത്തിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. അപ്പൊ അതായത് ഏതാണ്ട് 840 ലോകസഭാ മണ്ഡലങ്ങളിലേക്ക് ഈ പുനർനിർണയം നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സെൻസസ് വന്നു കഴിഞ്ഞാൽ മണ്ഡലം പുനർനിർണയിച്ച് വരികയാണെങ്കിൽ ഇവിടെ ഒരു കാലത്തും BJP അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റത്തില്ല. കാരണം പ്രധാനമായിട്ടും ബീഹാറിലാണ് കൂടുന്നത്, പ്രധാനമായിട്ടും UP-യിലാണ് കൂടുന്നത്, പ്രധാനമായിട്ടും മധ്യപ്രദേശിലാണ് കൂടുന്നത്, പ്രധാനമായിട്ടും BJPക്ക് സ്വാധീനമുള്ള വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ഇതെല്ലാം കൂടിയിരിക്കുന്നത്. നമ്മുടെ കേരളം പോലെയുള്ള ഈ തെക്കിഴക്കൻ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ തമിഴ്നാട് പോലെയുള്ളിടത്ത് അതേ ലെവലിൽ നിൽക്കുകയോ കുറയുകയോ ചെയ്യത്തുള്ളൂ. അതായത് ഈ ഒരു അവസ്ഥയിലേക്ക് വന്നാൽ അത് കൊണ്ടുവരും. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഈ പറഞ്ഞ ജനസംഖ്യാ രജിസ്റ്ററും കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ കൂടെ അത് നടക്കും. ജാതി സെൻസസ് ഇതിന്റെ കൂടെ നടക്കും. പറഞ്ഞ മനസ്സിലായി. സെൻസസ് എടുക്കുമ്പോൾ ജോണിന് അറിയാമല്ലോ, ആരും പറയുന്നില്ലെങ്കിൽ എല്ലാവരുടെയും ജാതി ചോദിച്ച് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ സാധിക്കും. ഇത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം ഇത് പുറത്തോട്ട് പബ്ലിസിറ്റി ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യമൊക്കെ ഗവൺമെന്റ് തീരുമാനിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇദ്ദേഹം ഉരുത്തിരിച്ചുകൊണ്ടുവരുന്ന, വളരെ കാലമായിട്ട് ഉരുത്തിരിച്ചുകൊണ്ടുവരുന്ന, എല്ലായിടവും നടന്ന് പറയുന്ന ഇവിടുത്തെ പട്ടികജാതിക്കാരനെ അല്ലെങ്കിൽ പട്ടികവർഗക്കാരനെ നമുക്ക് ഇതിന് സൗന്ദര്യ മത്സരത്തിന് പോലും മത്സരിപ്പിക്കുന്നില്ല എന്ന് പറയുന്ന, റെയിൽവേ ട്രാക്കിൽ ചെന്നിരുന്ന് പോട്ടറോട് ജാതി പറയുന്ന രാഹുൽ ഗാന്ധിയുടെ ആഗ്രഹം നരേന്ദ്രമോദി അങ്ങ് സാധിച്ചു കൊടുക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ അമിത്ഷാ സാധിച്ചു കൊടുക്കാൻ പോവുകയാണ്. പക്ഷേ അത് സാധിക്കുന്നതിൻ്റെ പുറത്ത് 8ന്റെ ഒരു പണിയും കൂടെ വരുന്നുണ്ട്. ഈ 2029 മുമ്പ് മണ്ഡല പുനർനിർണയം നടന്നു കഴിഞ്ഞാൽ ഇതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ വടക്കേ ഇന്ത്യയിൽ BJP ഇതുപോലെ നിൽക്കുന്ന ഒരു രീതിയാണ് പോകുന്നതെങ്കിൽ UP-യിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ബീഹാറിലും ഒക്കെ
വളരെ കൂടുതലായിട്ട് സീറ്റ് വർധനയുണ്ടാവും. ഒരു കാലത്തും ഏതാണ്ട് 425 സീറ്റ് മതി കേവല ഭൂരിപക്ഷത്തിന്. ഇത് ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേന് അത് ഈസി ആയിട്ട് BJPക്ക് മറികടക്കാൻ സാധിക്കും. തെക്കേ ഇന്ത്യ, അത് കേരളം ഉൾപ്പെടെ തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും വളരെ കൃത്യമായ ഭൂരിപക്ഷത്തോടുകൂടി വളരെ കാലം BJP ഒരിക്കലും മാറ്റി നിർത്തി, നമ്മൾ നേരത്തെ ഒരു ടോക്കിനകത്ത് പറഞ്ഞു, മാറ്റി നിർത്താൻ സാധിക്കാത്ത രീതിയിലേക്കുള്ള ഒരു ഭരണവുമായിട്ട് മുന്നോട്ട് പോകും. അതായത് ഈ പപ്പുമോൻ പറഞ്ഞ ജാതി സെൻസസ് നടപ്പാക്കുകയാണ്, അത് അമിത്ഷാ നടപ്പാക്കി കൊടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു ജോണെ, ഇവർ തമ്മിലൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, ഈ രാഹുൽ ഗാന്ധിയും BJPയും തമ്മിൽ. കാരണം ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കും. കാരണം ഇദ്ദേഹം കൊണ്ടുവരുന്ന മുദ്രാവാക്യം അല്ല അവർക്ക് നാളെ കാലത്തെ ഗുണമുണ്ടാകുന്ന രീതിയിലുള്ള മുദ്രാവാക്യം. ഇദ്ദേഹം വിദേശത്ത് പോയി ഇന്ത്യയെ കുറ്റം പറയുന്നു, ഇദ്ദേഹം വിദേശത്ത് പോയി ഇവിടെ പ്രശ്നമാണെന്ന് പറയുന്നു, പ്രസംഗിക്കുന്നിടത്തെല്ലാം ചേരിത്തിരിവുണ്ടാക്കുന്നു. അത് മതരാഷ്ട്രീയവാദമാണ് BJPയുടെ ഏറ്റവും വലിയ ഒരു കാര്യം. മതരാഷ്ട്രീയവാദത്തിന് ആക്കം കൂട്ടുന്ന രീതിയിലാണല്ലോ ഇദ്ദേഹം തെരഞ്ഞെടുപ്പ് മുമ്പും ശേഷമൊക്കെ സംസാരിക്കുന്നത്. ഏറ്റവും അവസാനം ഇദ്ദേഹത്തിന് തലയ്ക്ക് സുഖമില്ലയോ എന്ന് തോന്നത്തക്ക രീതിയിലാണ് അമേരിക്കയിൽ പോയി സംസാരിച്ചത്, ഞങ്ങൾ സംവരണം ഇല്ലാതാക്കും. തെരഞ്ഞെടുപ്പിനുള്ള നേരം 1 ലക്ഷം രൂപ കൊടുക്കാമെന്ന് ഇവിടുത്തെ പാവം പിടിച്ചവന്റെ അടുത്ത് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ അവനെ തെറ്റിദ്ധരിപ്പിച്ച് അവന്റെ സംവരണത്തിനകത്ത് അട്ടിമറി ഉണ്ടാക്കും, അല്ലെങ്കിൽ നരേന്ദ്രമോദി വീണ്ടും വന്നു കഴിഞ്ഞാൽ സംവരണം ഇല്ലാതാക്കും എന്ന് പറഞ്ഞ അതേ രാഹുൽ ഗാന്ധിയാണ് കഴിഞ്ഞ ആഴ്ച അവിടെ പോയി പറഞ്ഞ് ഞങ്ങൾ സംവരണം ഇല്ലാതാക്കും. എന്താണ് ഇതിന്റെ കാര്യം? കാരണം ആർക്കും പുറത്ത്, കോൺഗ്രസിനോ പ്രതിപക്ഷത്തിനോ ഒന്നും പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലേക്ക് ഇദ്ദേഹം വട്ട് പറയുകയാണോ അഭിനയിക്കുകയാണോ, ഇനി BJP ഇദ്ദേഹത്തെ പർച്ചേസ് ചെയ്തോന്ന് പോലും എനിക്കറിയില്ല. കാരണം ഞാൻ നേരത്തെ നമ്മുടെ ഈ 2024 മുമ്പ് 2019 തെരഞ്ഞെടുപ്പിൽ ഞാനിതുപോലെ RSSന്റെ ഒരു സമുന്നതനായ നേതാവ്, അപ്പം നമ്മുടെ അന്ന് പത്തനംതിട്ട മത്സരിക്കുന്ന സുരേന്ദ്രൻ, അപ്പൊ സുരേന്ദ്രൻ പുള്ളിയുടെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി അവിടെ വന്നു. അപ്പം അദ്ദേഹം എവിടെ എന്ന് വെച്ച് പറയുന്നില്ല, അദ്ദേഹത്തെ കാണാൻ ഇപ്പോൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അന്നാണ് ഈ SP-യും BSPയും മറ്റൊരു എല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കുന്ന ഒരു സമയം വന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു അവിടെ എങ്ങനെ ഇരിക്കും? അന്നേരം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, അന്നാണ് ഈ RSSനെ ഞാൻ വിലയിരുത്തിയത്. അപ്പോൾ നമ്മളെല്ലാം ഇവിടുത്തെ മാധ്യമങ്ങൾ ഉൾപ്പെടെ പറയില്ലേ, 65% 70% വോട്ട് ഈ രണ്ട് പാർട്ടികളും കൂടിയാൽ കിട്ടും, അതിൻ്റെ കൂടെ കോൺഗ്രസിൻ്റെ ഒരു ഇപ്പോൾ ഒന്നിച്ചല്ലെങ്കിലും സഹായമുണ്ട്, പിന്നെ എങ്ങനെ BJP ജയിക്കും എന്നുള്ള കാര്യം പറഞ്ഞ പുള്ളി എൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു. അതിന് മുമ്പ് 2014 73 സീറ്റുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു അവിടെ UP-യിലെ കാര്യമെല്ലാം പോയല്ലോ, അപ്പോൾ ഭരണം കിട്ടത്തില്ലല്ലോ എന്നുള്ള രീതി നമ്മൾ പുള്ളിയുടെ അടുത്ത് രാഷ്ട്രീയ രീതി സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പുള്ളി പറഞ്ഞ എന്തോന്നറിയോ, എടാ അവിടെ മായാവതിയും അഖിലേഷ് യാദവ് ഒന്നിച്ചു, അവർ രണ്ടുകൂടെ ഒന്നിച്ചിരിക്കത്തേ ഉള്ളൂ, താഴെത്തട്ടില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. താഴെത്തട്ടിലെ യാദവന്മാരും പറയ സമുദായം അവരുമായിട്ട് ഒന്നും ചിന്തിക്കത്തില്ല. ഞാൻ ചോദിച്ചു എത്ര സീറ്റ് കിട്ടും? 65-നും 70-നും ഇടയ്ക്ക് കിട്ടും, 68 സീറ്റും കണ്ടെന്ന് കിട്ടി. അപ്പോൾ അവരുടെ കാൽക്കുലേഷൻ ഇലക്ഷൻ എത്രയോ നേരത്തെ മുമ്പ് പറഞ്ഞറിയാം, ആ പറഞ്ഞ സീറ്റ് തന്നെ കിട്ടിയെന്നുള്ളത് മനസ്സിലാവുന്നില്ല, അത്രയ്ക്ക് കാൽക്കുലേറ്റാ. അപ്പൊ അന്ന് ഇദ്ദേഹത്തിന്റെ ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇപ്പൊ എല്ലാവരെയും പർച്ചേസ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ഈ ആരൊക്കെ ആയിട്ട് രഹസ്യ നമ്മൾ ശത്രുക്കളായിട്ട് കാണുന്നവർ പോലും ഒരു രഹസ്യധാരണയുണ്ട്, OWൈസിയുടെ കാര്യമുണ്ട്, ഇങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഈ വേറെ ആരെങ്കിലുമൊക്കെ ആയിട്ട് രഹസ്യധാരണയുണ്ട്? അപ്പോൾ പുള്ളി ചിരിച്ചിട്ട് പറഞ്ഞ് ഈ അമിത്ഷാ ആരെങ്കിലുമൊക്കെ. എൻ്റെ അന്ന് സത്യം ഞാൻ കള്ളം പറയല്ല, ടോക്കിന് വേണ്ടി പറയല്ല, പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാനും എനിക്കറിയത്തില്ല, പക്ഷെ എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നി ഈ രാഹുൽ ഗാന്ധിയെ തന്നെ ഈ അമിത്ഷാ പർച്ചേസ് ചെയ്തിട്ടുണ്ടോ. സത്യം പുള്ളി പുള്ളി ചിരിച്ചോണ്ടാ പറഞ്ഞെങ്കിലും പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ ഈ രാഹുൽ ഗാന്ധിയെ പോലും അമിത്ഷാ പർച്ചേസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്, അത്രയ്ക്ക് ഭീകരനാണ് രാഷ്ട്രീയത്തിൽ അമിത്ഷാ എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. മനസ്സിലാവുന്നത് ഇപ്പൊ ഇത് കാണുമ്പോഴങ്ങനെ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയം, ഇദ്ദേഹത്തിന്റെ പറച്ചില്, ഇദ്ദേഹത്തിന്റെ ചെയ്തികൾ, അതിനനുസരിച്ച് അവരുടെ പ്രവർത്തനം, അതൊക്കെ വരുമ്പോ അതെല്ലാം BJP ഗുണമാകുന്ന രീതിയിലാണ് വരുന്നത്. ഇപ്പൊ ഈ ജാതി സെൻസസും അതിന് ശേഷമുള്ള മണ്ഡല പുനർനിർണയത്തിനും അല്ലെങ്കിൽ രജിസ്റ്റർ തയ്യാറാക്കുന്നതിനും ഒന്നും ഇനിയും തടസ്സമില്ല. ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സമൊക്കെ മാറി. പറയാനൊക്കുവോ? ഇവിടുത്തെ ജനസംഖ്യാനുപാതത്തിൽ ഒരേടത്ത് ജനസാന്ദ്രത അനുസരിച്ച് MP ഉണ്ടാവണ്ടേ, ജനസാന്ദ്രത അനുസരിച്ച് വികസനം ഉണ്ടാവണ്ടേ. 2019 അന്നത്തെ രാഷ്ട്രപതി പറഞ്ഞ ഇവിടെ 1000 MP വേണമെന്ന്. അതാ നമ്മുടെ ഇദ്ദേഹം പ്രണബ് മുഖർജി കോൺഗ്രസിന്റെ പറഞ്ഞ 1000 MP വേണം, അതിനുള്ള ഇതുണ്ട്, അല്ലെങ്കിൽ അത്രയ്ക്കുള്ള സ്പേസ് ഉണ്ട്, അത്രയ്ക്കുള്ള ജനസാന്ദ്രതയുണ്ട്, ജനസംഖ്യ അത്രയും കൂടി, അത്രയും ജനപ്രതിനിധികൾ ഉണ്ടായാലല്ലേ അവരുടെ കാര്യങ്ങൾ പറയാനൊക്കൂ എന്നുള്ള രീതിയിൽ പറഞ്ഞ. അപ്പം ഇത് BJPക്ക് വളരെ ഗുണം ചെയ്യും. 2029 ശേഷം മണ്ഡല പുനർനിർണയം വന്നു കഴിഞ്ഞാൽ 848ഓളം സീറ്റുകൾ വരും. ആ സീറ്റുകളെല്ലാം വടക്കേ ഇന്ത്യയിൽ നിന്ന് ഭൂരിപക്ഷം വരുന്നത് കൊണ്ട് BJPക്ക് അപ്രമാദിത്വ സ്ഥലമായതുകൊണ്ട് BJP സ്ഥിരമായിട്ട് അധികാരത്തിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ BJP ഇത്തരത്തിൽ അധികാരത്തിൽ വരുന്നതിന് കാരണക്കാരായിട്ടുള്ള ഈ രാഹുൽ ഗാന്ധിയെ വളരെ കാലം മുമ്പേ BJP പർച്ചേസ് ചെയ്തിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.